ഹായ് എവറി വൺ. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺഫിഗറേഷൻ മാനേജ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് ബേസിക്കലി വെൻ ഇറ്റ് ഈസ് ഫോളോഡ് ഓൺ എ സോഫ്റ്റ്വെയർ വി സേ ഇറ്റ് ആസ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, അതായത് SCM. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം അതിൽ എപ്പോഴും ഏതൊരു സോഫ്റ്റ്വെയർ ആവട്ടെ, അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ കുറേ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുന്നത് കുറേ രീതിയിലുള്ള തരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഴ്സ് കോഡ്, സെക്കൻഡ് വണ്ണാണ് ഡിസൈൻ ഡോക്യുമെൻറ്റ്, തേർഡ് വണ്ണാണ് SRS, ദെൻ അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്രോജക്റ്റ് മാത്രം പോരാ, അതിൻ്റെ കൂടെയുള്ള ഈ കാര്യങ്ങളും കൂടി നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ഈ റിസൾട്ടിനെ, ഈ ഇമീഡിയറ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ടിനെയാണ് നമ്മൾ ഡെലിവറബിൾസ് എന്ന് പറയാം. ഈ ഒബ്ജക്റ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം. ആരൊക്കെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഈ ഒരു പ്രോജക്റ്റായിട്ട്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദാറ്റ് പ്രോജക്റ്റ് ആരൊക്കെയാണ് ആ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നത്, അവർക്കെല്ലാം ഈ ഒരു ഡെലിവർ ചെയ്യുന്ന സാധനങ്ങൾ മോഡിഫൈ ചെയ്യാനുള്ള ആക്സസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ഒബ്ജക്റ്റും അതിൻ്റെതായ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചേഞ്ച് ഒക്കർ ചെയ്യുന്നത്? ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത്, അതായത് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുമ്പം ഈ ഒബ്ജക്ട്സിന് ചേഞ്ചസ് വരാം. അതുപോലെ തന്നെ ബഗ്സ് ഉണ്ടെങ്കിൽ ആ ബഗ്സ് അല്ലെങ്കിൽ എറേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ശരിയാക്കി ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു ഒബ്ജക്റ്റ്, ഇത്രയും റിസൾട്ടിന് ചേഞ്ചസ് ഒക്കെ സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. ഈ ഒരു കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ബേസിക്കലി എങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്നത്, അതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുമ്പം അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരുമ്പം ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാം ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് വി സേ ദാറ്റ് ദേ ആർ അണ്ടർ software configuration management. So you can see the definition here. It is the art of identifying, organizing and controlling modifications to the software being built by a programming team. അപ്പോൾ എപ്പോഴും ഇവരുടെ ഗോൾ എന്താ വെച്ചാൽ, ഇവർ ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ എത്രയും നല്ല മാക്സിമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയും തരണം, അതുപോലെ തന്നെ മിസ്റ്റേക്സ് വളരെയധികം കുറവായിരിക്കണം. എപ്പോഴും എന്ത് കാര്യത്തിലാണെങ്കിലും ഗോൾ എന്ന് പറയുന്നത് മാക്സിമൈസ് ദ പ്രൊഡക്ടിവിറ്റി ആൻഡ് മിനിമൈസ് ദ മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് ആണ് അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ദ നെസസിറ്റി ഓഫ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം നെസസറി ആയിട്ടുള്ളത്? കാരണം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം നമ്മൾ കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പല പ്രോബ്ലംസും ഒക്കറിയാം. പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസി വരാം, അതായത് ഒബ്ജക്ട്സ് തന്നെ കോപ്പി ആയിട്ട് ചെയ്യുമ്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. പിന്നെ കൺകറൻ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുമ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാം. ദെൻ പ്രൊവൈഡിങ് എ സ്റ്റേബിൾ ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്, കറക്റ്റായിട്ടൊരു സ്റ്റെബിലിറ്റി ഫോളോ ചെയ്തിട്ടൊരു എൻവയറമെൻറ്റ് കൊടുക്കുമ്പോൾ അത് കാരണം പ്രോബ്ലംസ് വരാം. പിന്നെ അക്കൗണ്ടിങ്ങിലും മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ, അതിലൊക്കെ ഇപ്പോൾ സിസ്റ്റത്തിൽ ഡാറ്റാബേസിലായിരിക്കും എല്ലാം നമ്മൾ കാര്യങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു കറക്റ്റായിട്ട് കോൺഫിഗർ ചെയ്തില്ലെങ്കിൽ അതിനൊക്കെ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ വേരിയൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും 5 പ്രോബ്ലംസ് ആണ് യൂഷ്വലി കണ്ടുവരുന്നത് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ശരിക്കും ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി അത് ഓരോന്നും എന്താ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻകൺസിസ്റ്റൻ്റ് ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഡെവലപ്പറിനും അവരുടേതായ ഒരു ഒബ്ജക്റ്റിൻ്റെ പേഴ്സണൽ കോപ്പി ഉണ്ട്. ദാറ്റ് ഈസ് എവറി ഡെവലപ്പർ ഹാസ് എ പേഴ്സണൽ കോപ്പി ഓഫ് എൻ ഒബ്ജക്റ്റ്. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പേഴ്സണൽ കോപ്പി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെവലപ്പർ ആ ലോക്കൽ കോപ്പിയിൽ ഒരു ചേഞ്ച് വരുത്തുമ്പം ആ ചേഞ്ച് വരുത്തിയത് ബാക്കിയുള്ള ഡെവലപ്പേഴ്സിനും കൂടി പറയണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഇനി അതല്ല, ആ പറഞ്ഞ ചേഞ്ച് ഡെവലപ്പേഴ്സിനോട് പറഞ്ഞില്ലെങ്കിൽ ഈ കോപ്പീൻ്റെ തന്നെ വേറെ കോപ്പീസ് വരുമ്പം അതെല്ലാം കൂടി ഇൻകൺസിസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് മോഡ്യൂൾസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം കോപ്പി ചെയ്തതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ഇൻഫോം ചെയ്തിട്ടില്ല. സോ ഹെൻസ് ദർ ഇൻകൺസിസ്റ്റൻസി ഹാപ്പൺ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വരുന്നത് കോപ്പി ചെയ്യുമ്പോഴുള്ള പ്രശ്നം, കോപ്പിയിൽ ചേഞ്ച് വരുത്തിയപ്പോൾ അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാരണം ഫുള്ളി ആ പ്രോജക്റ്റിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻ്റഗ്രേഷൻ സമയത്ത് വരുന്നുമുണ്ട്. ഓക്കെ,
ഇനി വരുന്നത് കൺകറൻറ്റ് ആക്സസ്. കൺകറൻറ്റ് ആക്സസ് എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ആയിട്ട് ഡെലിവറബിൾസിനെ നമ്മൾ ഒരേ സമയം കൺകറൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരേ സമയം നമ്മളത് ആക്സസ് ചെയ്യുമ്പം ഈ കോൺഫിഗറേഷൻ മാനേജ്മെൻ്റ് ആണ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്യണം, അപ്ഡേഷൻ വരുമ്പം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ സ്റ്റോറേജ് ആണെങ്കിൽ പല ഒബ്ജക്റ്റിനും പല സൈസായിരിക്കും, അതനുസരിച്ച് സ്റ്റോറേജ് അവൈലബിലിറ്റി കൊടുക്കണം, റിസോഴ്സസ് കൊടുക്കണം. അപ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അതനുസരിച്ചുള്ള പ്രോബ്ലവും വരും കൺകറൻറ്റ് ആക്സസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വി ഹാവ് സ്റ്റേബിൾ ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ്. ഒരു സ്റ്റേബിൾ ഡെവലപ്മെൻറ്റ് എൻവയറമെൻറ്റ് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു പ്രോജക്റ്റ് കറക്റ്റ് വർക്കിംഗ് നിന്ന് പറയാം. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് പകുതി വഴിക്കാണ്. ടീം മെമ്പേഴ്സ് എല്ലാം ഒരു സ്റ്റേബിൾ എൻവയറമെൻറ്റിൽ നിന്ന് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതല്ല ടീം മെമ്പേഴ്സ് ഒന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതനുസരിച്ച് ഡെലിവറി ചെയ്യാൻ ലേറ്റാവും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഒരു ഡെവലപ്പർ ഒരു മോഡ്യൂൾ എ വിത്ത് അനദർ മോഡ്യൂൾ ബി ആൻഡ് സി, ഈ 3 മോഡ്യൂൾസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഏറ്റവും അവസാനത്തെ മോഡ്യൂളായ സി വേറൊരു ഡെവലപ്പർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ മിസ്റ്റേക്സ് വരും, അവിടെ അതനുസരിച്ച് പ്രോബ്ലം വരും. ഫുള്ളി കംപ്ലീറ്റ് ആയ മോഡ്യൂൾസ് ആണ് നമ്മൾ യൂഷ്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് വരും. അപ്പം കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദിസ് ബൈ ഫ്രീസിങ് ദ ഒബ്ജക്ട്സ് ടു ഫോം എ ബേസ് ലൈൻ. അതായത് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യുമ്പം ആ സമയത്ത് പാരലലി ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സിനാരിയോനെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ഹൗ? ബൈ ഫ്രീസിങ് ദ ഒബ്ജക്ട്സ് ടു ഫോം എ ബേസ് ലൈൻ. അപ്പോൾ ഒരു ബേസ് ലൈൻ എന്ന് പോലൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബേസ് ലൈൻ എന്താ നമ്മൾ പഠിക്കും, ഒരു കോപ്പി പോലെ വെച്ച് നമുക്കതിനെ റിസർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഈസ് ബേസ് ലൈൻ? ബേസ് ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റെഫറൻസ് പോയിന്റ് ആണ്. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു റെഫർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ് ഈ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളൊരു ഒരു പ്രോജക്റ്റിന് കുറേ സെറ്റ് ഓഫ് വർക്ക് പ്രോഡക്ട്സ് ഉണ്ടാവും, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വർക്ക് പ്രോഡക്ട്സ് ഉണ്ടാവും, ഡെലിവറബിൾസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കംപ്ലീഷൻ, അതിൻ്റെ കാര്യങ്ങളുള്ള അപ്രൂവൽ, അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് പോയിൻറ്റ്സിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് നോർമലി വിളിക്കുക. അപ്പോൾ ഇതേ സമയം തന്നെ നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതനുസരിച്ച് നമുക്കത് റിസർവ് ചെയ്യാനും കോപ്പി ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഹിയർ വി ഫോളോ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ഓൾ ദി ഒബ്ജക്ട്സ് അണ്ടർ കോൺഫിഗറേഷൻ കൺട്രോൾ. ഓരോ കൺട്രോളിലുള്ള ഓരോ ഒബ്ജക്റ്റിൻ്റെയും കറൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്നും അല്ലെങ്കിൽ പ്രീവിയസ് ഉള്ള സ്റ്റാറ്റസ് എന്താണെന്നും കൂടി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യും. ഓക്കെ, so here the third point says that when any object under configuration control is changes, a new baseline is formed. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡ്യൂൾ സി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡ്യൂൾ സി അവിടെ അറ്റ് എ ടൈം റെഫറൻസ് പോയിന്റ് ഫോളോ ചെയ്തിട്ട് അവിടെ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പർട്ടിക്കുലർ പ്രൊസീജിയർ ഫ്രീസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ന്യൂ ബേസ് ലൈൻ വിൽ ബി ഫോംഡ്. ഇനി കോൺഫിഗറേഷൻ കൺട്രോൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് ഈ 4 പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഡെവലപ്പറിനാണ് ഈ ബേസ് ലൈൻ ഐറ്റത്തിൻ്റെ ഒരു കോപ്പി ഡെവലപ്പറിന് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിക്വസ്റ്റർ ആ പ്രൈവറ്റ് കോപ്പിക്ക് വേണ്ടിയുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എല്ലാ മോഡിഫിക്കേഷൻസിനും കഴിഞ്ഞിട്ട് ഈ ഒരു പറയുന്ന കോപ്പിയിൽ എല്ലാ മോഡിഫിക്കേഷൻ ചേഞ്ച് കഴിയുമ്പോൾ ഈ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ആ ഒരു സോഫ്റ്റ്വെയർ ആ ഒരു ടീം ഇത് അപ്ഡേറ്റ് ചെയ്യും. അതനുസരിച്ച് പുതിയൊരു ബേസ് ലൈനും ക്രിയേറ്റ് ചെയ്യും. ഇനി ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലും കൂടി നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഓരോ സമയം നമ്മളത് ആർക്കീവ് ചെയ്യും. ഓരോ പീരിയോഡിക്കലി നമ്മൾ ആ ബേസ് ലൈൻസിനെ ആർക്കീവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കതിനെ റിക്കവർ ചെയ്യാനും പറ്റും, റിസർവ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ റിസ്ക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതനുസരിച്ച് നമുക്ക് ആ ന്യൂ ബേസ് ലൈനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ്. അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ അതിൻ്റെ അക്കൗണ്ട്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ. അപ്പോൾ ഈ സിസ്റ്റം അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഒബ്ജക്ട്സിൽ പർട്ടിക്കുലർ ചേഞ്ചസ് വരുത്തിയത്, എപ്പോഴാണ് ചേഞ്ച് വരുത്തിയത്, എന്ത് ചേഞ്ചാണ് വരുത്തിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, ആ ഒബ്ജക്റ്റ് എന്തുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എന്താണ്, അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസിൽ വരുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഹാൻഡ്ലിങ് വേരിയൻസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൽ
വേരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രോബ്ലംസ് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ വേരിയൻസ് വരുമ്പം അതനുസരിച്ച് ഒരു സെയിം മോഡ്യൂൾ തന്നെ കുറേ വേരിയൻസ് വരുമ്പം അല്ലെങ്കിൽ ഒരു ബഗ്ഗൊക്കെ വരുമ്പം ഓക്കെ, അങ്ങനെ സെയിം മോഡ്യൂൾസിൽ സെവറൽ വേരിയൻസ് ഒക്കെ വരുമ്പോൾ ഒരു ബഗ്ഗും അതനുസരിച്ച് വരാം. അപ്പോൾ എറേഴ്സ് വരാം, റിസ്ക് വരാം, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ബഗ്ഗ് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി നീഡ് നോട്ട് ഫിക്സ് ഇറ്റ് ഇൻ ഈച്ച് വേരിയൻറ്റ് സെപ്പറേറ്റ്ലി. നമുക്ക് വേരിയൻറ്റ് സെപ്പറേറ്റ്ലി നമുക്കത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാമിൽ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യും, അത് എല്ലാ വേർഷൻസിലും അതിൻ്റെ കോപ്പി റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഒരു വേരിയൻറ്റിൽ ബഗ് വന്നു, അങ്ങനെ എല്ലാ വേരിയൻസിലും പ്രോബ്ലംസ് വരുമ്പം നമുക്ക് എല്ലാ വേരിയൻസ് അതനുസരിച്ച് മാറ്റണ്ട, ഒരെണ്ണം മാറ്റിയിട്ട് അതിൻ്റെ കാര്യം തന്നെ ബാക്കിയുള്ളതിൽ റിഫ്ലക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് വേരിയൻസും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മളത് അനുസരിച്ച് ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ഹാവ് ദ SCM ആക്ടിവിറ്റീസ്. അപ്പം സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൽ 2 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഒന്ന്, എന്താണ് കോൺഫിഗറേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ വരുന്ന 2 ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കോൺഫിഗറേഷൻ ഐഡൻറ്റിഫിക്കേഷനും കോൺഫിഗറേഷൻ കൺട്രോളും. കോൺഫിഗറേഷൻ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് പാർട്ടാണ് ഒരു കോൺഫിഗർ നമ്മൾ ചെയ്യുമ്പം ഏത് പാർട്ടിനെയാണ് നമ്മൾ കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ കൂടുതലും ട്രാക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടാവും. ചില മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചില ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ എപ്പോഴും ഒരു കൺട്രോളും ട്രാക്കിങ്ങും വേണം. എന്നാൽ മാത്രമേ പ്രോജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ വി ഷുഡ് ഫൈനലൈസ് വിച്ച് ഓൾ പാർട്ട് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ട്രാക്ക്. ഓക്കെ, അതാണ് ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നത്. ഇനി കൺട്രോളിൽ വരുന്നത് ആ ഒരു സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾക്ക് ഒരു ചേഞ്ചസ് വരുമ്പം അത് കറക്റ്റായിട്ടും സ്മൂത്തായിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു കൺട്രോൾ എപ്പോഴും കയ്യിൽ വേണം. സോ ദീസ് 2 ആർ ദ SCM ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് വി ഹാവ് ദ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾ. ഇതൊരു ടൂളാണ്. ഇത് ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പ്രോജക്റ്റ് മാനേജർ. അപ്പോൾ പ്രോജക്റ്റ് മാനേജർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ഓൺ സോഫ്റ്റ്വെയർ പെർഫോം ചെയ്യുന്നത് ഈ ഒരു മാനേജ്മെൻറ്റ് ടൂൾ വെച്ചിട്ടാണ്. ആ ടൂളിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഡെലിവർ ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ഒരു ട്രാക്കിംഗ് വെച്ചിട്ടുണ്ടാവും. എപ്പോഴാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ഡെലിവർ ചെയ്യേണ്ടത്, എന്നാണ് ഡെലിവർ ചെയ്യേണ്ടത്, എപ്പോഴാണ് അതിൻ്റെ ഡെഡ് ലൈൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്, എറർ ഉണ്ടോ, അൺആംബിഗ്യസ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ആ ഒരു പ്രോജക്റ്റിൽ വേണ്ട കമ്പോണൻസ്, ഇനി അഥവാ ആ കമ്പോണൻസ് ശരിയാവുന്നില്ലെങ്കിൽ വേറെ കമ്പോണൻസ് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ ഡെവലപ്പറിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റ് മാനേജർ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾസ് കൊണ്ട് സാധിക്കും. ദാറ്റ് ഈസ് ഇൻ എ കൺട്രോൾഡ് മാനർ. ഓക്കെ, സോ ദീസ് ആർ ദ ഫങ്ഷൻസ്. Next we have some more explanation about the configuration identification. കോൺഫിഗറേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ആദ്യമേ പറഞ്ഞു, ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെപ്പോഴും ട്രാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രോജക്റ്റ് മാനേജറാണ് ഒരു പ്രോജക്റ്റിലെ ഡെലിവറബിൾസ് എന്തൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ആ ഡെലിവറബിൾസ് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൺട്രോൾഡ്, ഒന്ന് പ്രീ കൺട്രോൾഡ്, ഒന്ന് അൺകൺട്രോൾഡ്. ഓക്കെ, സോ കൺട്രോൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം നമുക്ക് ഓൾറെഡി കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ് ഈ കൺട്രോൾ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് സാധാരണയുള്ള പോലെ കുറച്ച് ഫോമൽ പ്രൊസീജിയേഴ്സ് ടീം മെമ്പേഴ്സ് നോക്കണം. കാരണം ഇത് ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് ടൂളാണ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് പ്രീ കൺട്രോൾ ഒബ്ജക്റ്റ്. ഇവർ നോട്ട് യെറ്റ് അണ്ടർ ദ കോൺഫിഗറേഷൻ കൺട്രോൾ. അതായത് ഇത്രയും കാലം അവർ എപ്പോഴെങ്കിലും അവർ അണ്ടർ ദ കൺട്രോൾ ആയിരിക്കാം. ഓക്കെ, ബട്ട് അറ്റ് ദ ടൈം ബീങ് നൗ ദേ ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ അവരൊരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ അവർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും, ബട്ട് ഇപ്പോൾ അവർ കൺട്രോളിലല്ല. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഫ്യൂച്ചറിൽ കൺട്രോൾ ആവുന്നതും ഇപ്പോൾ കൺട്രോൾ അല്ലാത്തതും ഉള്ളതിനാണ് പ്രീ കൺട്രോൾഡ് എന്ന് പറയാം. പിന്നെ അൺകൺട്രോൾഡ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് കൺട്രോൾ ഒരിക്കലും വരില്ല. അങ്ങനത്തെ ഒബ്ജക്ട്സ് ആണ് അൺകൺട്രോൾഡ് ഒബ്ജക്റ്റ്. പിന്നെ കൺട്രോളബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കൺട്രോൾഡും പ്രീ കൺട്രോൾഡും ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. കാരണം ആ 2 ഒബ്ജക്ട്സിലാണ് കൂടുതലും കൺട്രോൾ കപ്പാസിറ്റി, കൺട്രോൾഡ് എബിലിറ്റി ഒക്കെ വരുന്നത്. അപ്പോൾ കൺട്രോളബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ഒബ്ജക്റ്റും പ്രീ കൺട്രോൾ ഒബ്ജക്റ്റും വരും. അൺകൺട്രോൾഡ് ഒരിക്കലും വരില്ല, കാരണം അതിൽ നമ്മൾ ഒരു കൺട്രോളും കൊടുക്കുന്നില്ല. അതെങ്ങനെയായാലും നമ്മൾ ഇതൊക്കെ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മൾ ഏതിനൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ഏതിനാണ് കൺട്രോൾ വേണ്ടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് അതിൽ ആഡപ്പ് ചെയ്യാം. ഓക്കെ.
ഇനി കൺട്രോളബിൾ ഒബ്ജക്ട്സിൽ വരുന്നതാണ് SRS ഡോക്യുമെൻറ്റ്, ഡിസൈൻ ഡോക്യുമെൻറ്റ്, സോഴ്സ് കോഡ് ഓഫ് ഈച്ച് മോഡ്യൂൾ, ടെസ്റ്റ് കേസസ്, പ്രോബ്ലം റിപ്പോർട്ട്. SRS ഡോക്യുമെൻറ്റ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പ്രോജക്റ്റ് മാനേജർ ഇതിലൊക്കെ ഒരു കൺട്രോൾ വെക്കണം, എന്നാലേ പ്രോജക്റ്റ് മാനേജറിന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ എന്തൊക്കെയാണ് വരുന്ന ചേഞ്ചസ് എന്നൊക്കെ. ഡിസൈൻ ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസ് ഒക്കെ ഡിസൈൻ ഡോക്യുമെൻറ്റിൽ വെക്കണം. എന്തൊക്കെയാണ് എഴുതുന്ന കോഡ് അതൊക്കെ സോഴ്സ് കോഡിലായിട്ട് വെക്കണം. എന്തൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തത് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡ് ഇൻ ദ ടെസ്റ്റ് കേസ്. പിന്നെ എന്തെങ്കിലും റിസ്ക്കും പ്രോബ്ലംസ് ഒക്കെ വന്നാൽ അതനുസരിച്ച് റിപ്പോർട്ടും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ റിപ്പോർട്ട്സിൽ വരുന്നത്. സോ ദീസ് 5 things comes under the controllable objects examples. ഓക്കെ, ഇനി വരുന്നത് പ്ലാൻസ് ആണ്, അതായത് കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് പ്ലാൻസ്. ഈ പ്ലാൻസ് എന്ന് പറയുന്നത് യൂഷ്വലി പ്രോജക്റ്റ് പ്ലാനിങ് ഫേസിലാണ്. നമ്മൾ പ്ലാനിങ് ഫേസ് ഓൾറെഡി 4th മോഡ്യൂളിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ പ്ലാനിങ് ഫേസ് ആണ് നമ്മൾ കൂടുതലും കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് പ്ലാൻസ് എഴുതാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചത് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3rd 4th മോഡ്യൂളെല്ലാം പ്ലാനിങ് ഫേസും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൽ വരുന്ന ആക്ടിവിറ്റീസ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റും പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ട ഒബ്ജക്ട്സ് വേണ്ടത്, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഈ ഒരു പ്ലാനിൽ ഉണ്ടാവും. അതനുസരിച്ച് മാനേജേഴ്സിന് ഈ ഒരു കാര്യത്തിനൊരു കൺട്രോളും വേണം. ദാറ്റ് ഈസ് ഹീ ഷുഡ് ഹാവ് എ ബാലൻസ് ബിറ്റ്വീൻ കൺട്രോളിങ് ടു മച്ച് ആൻഡ് ടു ലിറ്റിൽ. കുറേ കൺട്രോൾ ചെയ്യാനും പാടില്ല, ഒട്ടും കൺട്രോൾ ഇല്ലാണ്ടിരിക്കാനും പാടില്ല. ഒരു മിനിമം രീതിയിൽ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ ഉണ്ടാവണം എന്നാണ് ഈ മാനേജറിൻ്റെ പെർസ്പെക്റ്റീവിൽ വരുന്നത്. ഓക്കെ, സോ അതായത് ടു മച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് ഓവർ ഹെഡ്സ് ഉണ്ടാവും. നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് കൺഫ്യൂഷൻസും ഇൻകൺസിസ്റ്റൻസിയും ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു മിനിമം ലെവലിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺഫിഗറേഷൻ കൺട്രോൾ വരുന്ന കുറച്ച് എക്സ്പ്ലനേഷൻ ആണ്. ഈ കോൺഫിഗറേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ട് വരുന്ന ചേഞ്ചസിനെയാണ്. നമ്മൾ കൺട്രോൾ ഒബ്ജക്ട്സിൽ വരുന്ന ഓതറൈസ് ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പം അത് അൺഓതറൈസ്ഡ് ചേഞ്ചസിലേക്കാണ് പോകുന്നത്. സോ basically the configuration controls allows only authorized changes to the control objects and prevents unauthorized changes. അപ്പോൾ കൺട്രോൾ ഒബ്ജക്ട്സിൽ ഓതറൈസ്ഡ് ആയിട്ട് വരുന്ന ചേഞ്ചസ് മാത്രമേ അത് ഒക്കർ ചെയ്യുള്ളൂ, അത് ഹാപ്പൺ ചെയ്യാൻ സമ്മതിക്കൂ. അൺഓതറൈസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊന്നും അത് ഡീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കൺട്രോൾ സ്റ്റേജിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺട്രോൾ ഒബ്ജക്റ്റിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ കോൺഫിഗറേഷൻ കൺട്രോൾ വെച്ച് ബേസ് ലൈൻ വെച്ചിട്ട് നമുക്ക് അത് റിസർവ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും പറ്റുമെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ബേസ് ലൈൻ ഉണ്ട്, അവിടെ ABCD എന്ന് പറയുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തും പറയാം, പ്രൊസീജിയേഴ്സോ ഡെലിവറബിൾസിനോ അല്ലെങ്കിൽ വർക്ക് പ്രോഡക്റ്റ് എന്നോ എന്തെങ്കിലും കാര്യം അവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എനി പ്രൊസീജിയർ ദാറ്റ് ഇസ് ബീങ് ഹാപ്പണിങ്, ദാറ്റ് ഇസ് ABCD. അപ്പോൾ നമുക്കിപ്പോൾ AB കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്, ABD ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ C എന്ന് പറയുന്നത് നമ്മളൊന്ന് റിസർവ് ചെയ്ത് വെച്ചു. അപ്പോൾ Cൻ്റെ ഒരു കോപ്പി, നമ്മളൊരു പ്രൈവറ്റ് കോപ്പി ഓഫ് C എടുത്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് നമ്മളത് ഈ ഒരു പുതിയ ബേസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആ റിസർവ് ചെയ്ത സാധനം നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കോപ്പി ഇവിടെ ഡിലീറ്റ് ആയി, ബട്ട് ഓൾറെഡി പുതിയ ബേസ് ലൈനിൽ അത് അവൈലബിൾ ആണ്. സോ ദിസ് ഇസ് ഹൗ വി റിസർവ്. നമ്മൾ ആദ്യം റിസർവ് ചെയ്യുന്ന സമയത്ത് റിസർവ് ചെയ്തതിന് ശേഷം നമ്മൾ റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് റിസർവ് ചെയ്ത ആ സാധനം ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ പഴയ ബേസ് ലൈനിലും ഉണ്ടാവും പുതിയ ബേസ് ലൈനിലും ഉണ്ടാവും, ബട്ട് അതിൻ്റെ പ്രൈവറ്റ് കോപ്പി എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബേസ് ലൈൻസ് തമ്മിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ. നമുക്ക് ഒരു ബേസ് ലൈനിൽ നിന്ന് വേറൊരു ബേസ് ലൈനിലേക്ക് ഒറ്റയടിക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. നമുക്കിങ്ങനെ പ്രൈവറ്റ് കോപ്പി വെച്ചിട്ട് എന്നിട്ട് അതിനെ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൈവറ്റ് കോപ്പി പിന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ല, നമ്മളത് അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളയും. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഹാവ് സോഴ്സ് കോഡ് കൺട്രോൾ. അതായത് SCCS എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. നമുക്ക് സോഴ്സ് കോഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇത് യുണിക്സ് സോഫ്റ്റ്വെയർ, യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂളാണ്. ബേസിക്കലി നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽസിൻ്റെ കുറേ വേർഷൻസ് കൺട്രോൾ ചെയ്യാനും അതനുസരിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ SCCS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ഫയൽസ് മാത്രമേ ഇത് ഹാൻഡിൽ ചെയ്യുള്ളൂ, ബൈനറി ഫയൽസ് ഹാൻഡിൽ ചെയ്യില്ല. അതുപോലെ തന്നെ മിനിമം ഡിസ്ക് സ്പേസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേർഷൻസ് ഒക്കെ എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നത് മോഡ് ഹാസ് 3 വേർഷൻ.
അപ്പം മോഡ് എന്ന് പറയുന്ന കാര്യത്തിന് 3 വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക: 1.1, 1.2, 1.3. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറിജിനൽ മോഡ്യൂള് മോഡ് 1.1ലാണ് സേവ് ചെയ്തിരിക്കുക. ഇനി അതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ മോഡ് 1.1ലുള്ളത് 1.2ലേക്ക് കോപ്പി ചെയ്യും, 1.2ലുള്ളത് 1.3ലേക്കും അങ്ങനെ കോപ്പി ചെയ്യും. ഓക്കെ. സോ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം നമുക്ക് അതനുസരിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് ടൂൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ, ഇപ്പോൾ ഇവിടെ ഒരു മോഡ്യൂൾ ആണെങ്കിൽ, ഒരു ഡിസ്ക് സ്പേസിൻ്റെ മോഡ്യൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നമുക്ക് കോപ്പി വെക്കാം, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ. യൂസർ ഇൻ്റർഫേസ് ഡിസൈനിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ക്രിയേറ്റ് ചെയ്യാൻ ഈ ഇൻ്റർഫേസ് ഡിസൈനിനെ കൊണ്ട് സാധിക്കും. ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഉണ്ട്, ആപ്ലിക്കേഷൻ പെറിഫറൽ ഇൻ്റർഫേസ് ഉണ്ട്, അങ്ങനെ കുറേ APIസും GUIs അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊരു ഇൻ്റർഫേസും നമ്മൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹ്യൂമണും കമ്പ്യൂട്ടറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ക്രിയേറ്റ് ചെയ്യാനാണ്. ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, എഫക്റ്റീവ് വേ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, 2-way കമ്മ്യൂണിക്കേഷൻ തരുന്ന രീതിയിലായിരിക്കും ഈ ഒരു യൂസർ ഇൻ്റർഫേസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ ഫോളോയിങ് എ സെറ്റ് ഓഫ് ഇൻ്റർഫേസ് ഡിസൈൻ പ്രിൻസിപ്പിൾ. ഡിസൈൻ ഐഡൻറ്റിഫൈസ് ഇൻ്റർഫേസ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ് ആൻഡ് ദെൻ ക്രിയേറ്റ്സ് എ സ്ക്രീൻ ലേഔട്ട് ദാറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ എ യൂസർ ഇൻ്റർഫേസ് പ്രോട്ടോടൈപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ്ലി പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രോട്ടോടൈപ്പ് മോഡൽ പോലെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ട സ്ക്രീൻ ലേഔട്ടും അതിലെന്തൊക്കെയാണ് ഇൻ്റർഫേസ് ഒബ്ജക്ട്സും പിന്നെ അതിലെന്തൊക്കെയാണ് ആക്ഷൻസ് വരേണ്ടത്, എന്തൊക്കെയാണ് ബട്ടൺസ് വരേണ്ടത്, എന്തൊക്കെയാണ് ലിങ്ക്സ് വരേണ്ടത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഇൻ്റർഫേസ് ഡിസൈൻ പ്രിൻസിപ്പിൾസിൽ ചെയ്യും. അപ്പോൾ ഈ ഡിസൈൻ പ്രിൻസിപ്പിൾസാണ് കറക്റ്റായിട്ട് ഇത്രയും കാര്യങ്ങളും ഈ ഡിസൈനും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് മൊത്തത്തിലൊരു ഐറ്ററേറ്റീവ് പ്രോസസ്സായിട്ട് ഡിസൈൻ ചെയ്യാനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതൊരു ഐറ്ററേറ്റീവ് പ്രോസസ്സാണ് ദാറ്റ് ഡ്രോസ് ഓൺ പ്രീ ഡിഫൈൻഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഐറ്ററേറ്റീവ് പ്രോസസ്സായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി UI ഡിസൈൻ, അതാണ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് പ്ലേസ് ദ യൂസർ ഇൻ കൺട്രോൾ. ആ ഒരു യൂസറിനെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ആരാണ് UI ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിൽ. ദെൻ റെഡ്യൂസ് ദ യൂസേഴ്സ് മെമ്മറി ലോഡ്, മേക്സ് ദ ഇൻ്റർഫേസ് കൺസിസ്റ്റൻറ്റ്. യൂസറിൻ്റെ മെമ്മറി ലോഡും റെഡ്യൂസ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ ഇൻ്റർഫേസ് കൺസിസ്റ്റൻറ്റും ആക്കുക. ഇതാണ് 3 UI ഡിസൈനിൻ്റെ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് യൂസറിൻ്റെ കാര്യത്തിൽ നോക്കാം. പ്ലേസ് ദ യൂസർ ഇൻ കൺട്രോൾ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണ്, ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് യൂസറും UI ഡിസൈനും വെച്ച് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ ഡിഫൈനിങ് ദ ഇൻറ്ററാക്ഷൻ മോഡ്സ് ഇൻ എ വേ ദാറ്റ് ഡസ് നോട്ട് ഫോഴ്സ് എ യൂസർ ഇൻ ടു അൺനെസസറി ഓൺ അൺഡിസൈർഡ് ആക്ഷൻ. അപ്പോൾ ആ ഒരു ഡിസൈൻ UI ഡിസൈൻ കാണുമ്പോൾ തന്നെ യൂസറിന് ഇൻറ്ററാക്ട് ചെയ്യാൻ തോന്നണം. അതല്ലാണ്ട് അൺനെസസറി ആയിട്ട് അൺഡിസൈർഡ് ആയിട്ടുള്ള ആക്ഷൻസ് അതിൽ ചെയ്യാനല്ല വേണ്ടത്. യൂസറിന് അതൊരു ഇൻറ്ററാക്റ്റീവ് ആയിട്ട് തോന്നണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ഇൻറ്ററാക്ഷനും ആയിരിക്കണം. പിന്നെ ഇൻറ്ററപ്റ്റിബിൾ ആൻഡ് അൺഡൂവബിൾ മാനർ, അങ്ങനത്തെ ഒരു യൂസർ ഇൻറ്ററാക്ഷൻ ആയിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ സ്ട്രീം ലൈൻ ഇൻറ്ററാക്ഷൻ ആസ് സ്കിൽ ലെവൽസ് അഡ്വാൻസ് ആൻഡ് അലൗ ദ ഇൻറ്ററാക്ഷൻ ടു ബി കസ്റ്റമൈസ്ഡ്. പിന്നെ ഹൈഡ് ടെക്നിക്കൽ ഇൻറ്റേൺസ് ഫ്രം ദ കാഷ്വൽ യൂസർ, ഡിസൈൻ ഫോർ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് ഒബ്ജക്ട്സ് ദാറ്റ് അപ്പിയർ ഓൺ ദ സ്ക്രീൻ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ UI ഡിസൈൻ, നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പം ഒരു യൂസർ എപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് യൂസറിന് അറിയുന്ന സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ടെക്നിക്കൽ ടേംസോ യൂസറിന് മനസ്സിലാവാത്ത ഒരു കാഷ്വൽ യൂസറാണ്, അങ്ങനെ വലിയ പരിചയമൊന്നുമില്ലാത്തൊരു കാഷ്വൽ യൂസർ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ടെക്നിക്കൽ ടേംസ് ഒന്നും യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു UI ഡിസൈൻ അയാൾക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന് ഇൻട്രാക്ട് ചെയ്യാനും നല്ല രീതിയിൽ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ, ഫ്ലെക്സിബിൾ ഇൻട്രാക്ഷനും പിന്നെ 2-way കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂസറിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുക. ഓക്കെ. നെക്സ്റ്റ് വി ഹാവ് റെഡ്യൂസ് ദ യൂസേഴ്സ് മെമ്മറി ലോഡ്. ഓക്കെ.
സോ ദ മോർ എ യൂസർ ഹാസ് ടു റിമെമ്പർ ദ മോർ എറർ പ്രോൺ ദ ഇൻട്രാക്ഷൻ വിൽ ബി. അപ്പോൾ കുറേ കാര്യങ്ങൾ യൂസറിന് റിമെമ്പർ ചെയ്യേണ്ട സമയം വരുമ്പോൾ കുറേ എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് അതിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം യൂസറിന് ആ ഒരു UI വെച്ച് ഫെമിലറൈസ് ആവുന്ന സമയത്ത് യൂസറിന് കുറേ പാസ്വേഡ് ആണെങ്കിലും കുറേ കാര്യങ്ങളാണെങ്കിലും കുറേ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിലും യൂസറിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതായിരിക്കില്ല, യൂസറിന് അത് ഓർമ്മയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റം അത് റിമെമ്പർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ. എന്നിട്ട് ആ സിസ്റ്റം വേണം യൂസറിന് അസിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ സിസ്റ്റം അസിസ്റ്റ് ചെയ്യുന്ന രീതി വരുമ്പോഴാണ് അവിടെ ഇൻട്രാക്ഷനും വരുന്നത്, ഓക്കെ, ബാക്കി കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അങ്ങനെ യൂസറിനുള്ള മെമ്മറി ലോഡും കുറയ്ക്കാം. നെക്സ്റ്റ് ഡിസൈൻ പ്രിൻസിപ്പിൾസിൽ വരുന്നത് റെഡ്യൂസ് ഡിമാൻഡ് ഓൺ ഷോർട്ട് ടേം മെമ്മറി. ഓക്കെ, അപ്പം ഷോർട്ട് ടേം മെമ്മറിയിലെ ഡിമാൻഡ് കുറയ്ക്കുക, പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിഫോൾട്ട്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ യൂസറിന് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ ഷോർട്ട് കട്ട്സും ഒക്കെ ഡിഫൈൻ ചെയ്യുക. പിന്നെ വിഷ്വൽ ലേഔട്ട് ഓഫ് ദി ഇൻ്റർഫേസും ഒരു റിയൽ വേൾഡ് സിനാരിയോയിൽ വരുന്ന ഒരു വിഷ്വൽ ലേഔട്ട് ആയിരിക്കണം. പിന്നെ പ്രോഗ്രസീവ് ഫാഷനിൽ വരുന്ന ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ യൂസറിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസറിന് കിട്ടുമ്പോൾ യൂസറിന് പിന്നെയും ആ UI ഡിസൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണെങ്കിൽ യൂസറിന് പിന്നെ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ യൂസറിൻ്റെ സൈഡും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും യൂസർ ഇൻ്റർഫേസ് ഡിസൈന് ഡെവലപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വി ഹാവ് മേക്ക് ദി ഇൻ്റർഫേസ് കൺസിസ്റ്റൻറ്റ് ഫാഷൻ എന്ന് പറയുമ്പം യൂസറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ രീതികൾ, ചില കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരിക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, നല്ല ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്ന വിധത്തിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ വെക്കുക. അതുപോലെ തന്നെ എല്ലാ വിഷ്വൽ ഇൻഫർമേഷനും കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക, ഡിസൈൻ റൂൾസ് പ്രകാരം, ഡിസൈൻ്റെ ഗോൾഡൻ റൂൾസ് പ്രകാരം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, കൺസിസ്റ്റൻ്റ്ലി ആ ആപ്ലിക്കേഷൻ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുമ്പം അതിൽ കൊടുക്കുന്ന ഇൻപുട്സിനും ഒരു ലിമിറ്റേഷൻ വേണം. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് മെൻഷൻഡ് ഹിയർ. Input mechanism must be constrained to a limited set that is used consistently throughout the application. അപ്പോൾ ഇൻപുട്ട് മെക്കാനിസം കൂടി വരുമ്പോൾ അത് കുറച്ചും കൂടി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെ ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലേക്ക് മൂവ് ചെയ്യുമ്പം അതും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, അത് കറക്റ്റ്ലി ഡിഫൈൻഡും ആയിരിക്കണം, കറക്റ്റ്ലി ഇംപ്ലിമെൻറ്റഡും ആയിരിക്കണം. ഇനി വരുന്ന ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് വെച്ചാൽ ഒരു യൂസറിന് കറക്റ്റായിട്ട് നമുക്കൊരു കറണ്ട് ടാസ്കിൽ ഇടാൻ പറ്റണം. ആ ടാസ്ക് ഒരു മീനിങ് ഫുൾ കോണ്ടാക്ട്സിലുള്ള ടാസ്ക് ആയിരിക്കണം. അതുപോലെ തന്നെ വി ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി അക്രോസ് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ലൈൻ. ഒരു ഫുള്ളി പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിലും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇനി പാസ്റ്റായിട്ട് വരുന്ന ഇൻട്രാക്റ്റീവ് മോഡൽസും അതും യൂസർ എക്സ്പെക്റ്റേഷൻ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പം ഒരു കറക്റ്റായിട്ടുള്ളൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇൻട്രാക്റ്റീവ് മോഡൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു യൂസറിന് നല്ലൊരു UI ഡിസൈൻ ഇഷ്ടമായി, അപ്പോൾ യൂസറിന് അത് ഓക്കെ ആണെന്നുള്ള രീതി വരുമ്പോൾ നമ്മളത് ഇൻട്രാക്റ്റീവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പം നമുക്ക് അത് വെച്ച് ഫോർവേഡ് ചെയ്യാം. ബട്ട് വേണമെന്ന് വെച്ചിട്ട് അൺലെസ് ഒരു കമ്പനി റീസൺ ഇല്ലാണ്ട് നമ്മൾ ഒരു ഇൻട്രാക്റ്റീവ് മോഡലിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത്രയാണ് UI ഡിസൈനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കേസ് ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. Thus we come to the end of this section. Thank you.